ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് റിക്വസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് അവക്കാഡോ ക്രീമിനെ കുറിച്ചാണ്. അവക്കാഡോ ക്രീം ആർക്കൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസറാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അവക്കാഡോ ക്രീം എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ആർക്കെന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾക്കൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതൊരു സ്കിൻ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയുള്ള ഒരു ക്രീമാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്രീമുകൾ യൂസ് ചെയ്ത് ചിലവർ, ഞാൻ ക്രീമിൻ്റെ പേരൊന്നും പറയുന്നില്ല, ചില ക്രീമുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് സൈഡ് എഫക്ട്സ് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് എൻ്റെ അടുത്തൊന്ന് ചോദിക്കും, ഞാൻ ഈ ഒരു ക്രീം യൂസ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. ഞാനപ്പോൾ അവരോട് പറയാറുണ്ട് വേണ്ട, കാരണം ഓൾറെഡി അവരുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡാമേജിനെ ശരിക്കും ക്യൂർ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അല്ലേ. അപ്പം ഞാൻ പറയും, കുറച്ച് നാൾ നിങ്ങൾ ഒരു ക്രീം യൂസ് ചെയ്യാതെ സ്കിന്നിനെ ഒന്ന് വിടുക. അതായത് വൈറ്റിംഗ് ക്രീം ഒന്നും യൂസ് ചെയ്യാതെ ആ സ്കിന്നെ ഒന്ന് വെറുതെ വിടുക. എന്നിട്ട് സ്കിന്നൊന്ന് ഹീലാവാനും സ്കിന്നെ ഒന്ന് റെഡിയാക്കാനും വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മുടെ കയ്യിൽ മഞ്ചിഷ്ട ക്രീമുണ്ട്, ഉപ്റ്റൻ പൗഡറുണ്ട്, നമുക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്ത് സ്കിന്നിനെ റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ 24K ഗോൾഡ് സിറം ഉണ്ട്, അത് ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിൻ നന്നായിട്ട് റെഡിയായി കിട്ടും. എന്ത് സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒന്ന് റെഡിയായി കിട്ടാനായിട്ട് നല്ലതാണ്. റേറ്റും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം സ്കിൻ റെഡി ആയി കഴിഞ്ഞാൽ അതിനുശേഷം മാത്രം അവക്കാഡോ ക്രീം യൂസ് ചെയ്യാം. അവക്കാഡോ ക്രീം യൂസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി രാത്രിയിലാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ സോപ്പ് ഉണ്ട് കേട്ടോ, സ്കിൻ ബ്രൈറ്റനിങ് സോപ്പ് ഉണ്ട്. ഈ സോപ്പ് ഈ ക്രീമിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു റിസൾട്ടും കാര്യങ്ങളും കിട്ടുന്നതും ഇത് നല്ല രീതിയിൽ പോകുന്നതും ആ സോപ്പ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോഴാണ്. സോപ്പ് എന്ന് പറയുമ്പോൾ ഒത്തിരി നാൾ യൂസ് ചെയ്യാനുണ്ടാവും. ഞാനിപ്പോൾ ഒരു സോപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 5 months ഒന്നും ആയിട്ടുണ്ട്. അധികം പെട്ടെന്ന് തീരത്തില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. പത ഭയങ്കര കുറവാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ഒരുപാട് പതയില്ലാത്ത ഐറ്റംസ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. കാരണം ഒരുപാട് പതയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള നല്ല ഓയിൽസും നല്ല കിട്ടിയ ഗുണങ്ങൾ നല്ല ഗ്ലോയും കൂടി അതങ്ങ് വാഷ് ഔട്ട് ആക്കി കളയും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പതയുള്ള സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ യൂസ് ചെയ്യുക. എന്നും രാത്രി മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ക്രീം സാധാരണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. രാവിലെ എഴുന്നേറ്റതിന് ശേഷം നമ്മുടെ സോപ്പിട്ട് വാഷ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കടലമാവ്, പയറുപൊടി, അങ്ങനെ എന്തെങ്കിലും മൈൽഡായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് സ്കിന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസറോ സിറമോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്ത് കൊടുക്കാം. പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ എന്നോട് പലരും ചോദിക്കും, ഈ സൺസ്ക്രീൻ പറ്റുമോ, ആ സൺസ്ക്രീൻ പറ്റുമോ, നല്ലതാണോ എന്നൊക്കെ ചോദിക്കും. എന്ന് വെച്ചാലേ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മുടെ ഒരു സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. എൻ്റെത് ഓയിലി സ്കിന്നാണ്, സെൻസിറ്റീവ് സ്കിന്നാണ്. പക്ഷേ ചിലപ്പോൾ അതിനുള്ള ഒരു ക്രീം യൂസ് ചെയ്താൽ പോലും ചിലപ്പോൾ എനിക്ക് പറ്റാറില്ല. എൻ്റെ സ്കിൻ ഭയങ്കര സെലക്റ്റീവ്, എല്ലാം ഒന്നും സ്യൂട്ട് ആവത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഒന്ന് മാച്ചായി കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പ്രോഡക്റ്റ്, എനിക്കെന്നല്ല മറ്റുള്ളവർക്ക് പറ്റുന്ന ഒരു പ്രോഡക്റ്റിന് ചിലപ്പോൾ വേറെ ആൾക്ക് പറ്റിയെന്ന് വരുന്നില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. നമുക്ക് ഓൺലൈനിലൊക്കെ കയറിയിട്ട് ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ്, റിവ്യൂസ് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുമല്ലേ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഒരു സൺസ്ക്രീൻ വാങ്ങിക്കുക. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് പറഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു സൺസ്ക്രീൻ വാങ്ങിക്കാം. അപ്പോൾ അത്രയൊന്നും പോകേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു സ്കിൻ ടൈപ്പും നമ്മുടെ സ്കിൻ ടൈപ്പ് പറഞ്ഞിരിക്കുക, നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ പറ്റും. നമ്മൾ കുറേ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സ്കിന്നിനെ കുറിച്ച്. അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുക, എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, എൻ്റെ സ്കിന്നിന് എന്തൊക്കെ പറ്റും, എൻ്റെ സ്കിന്നിൽ എന്തൊക്കെയാണ് ശരിയാവുന്നത് എന്നുള്ളത് അറിയാൻ ശ്രമിക്കുക അല്ലേ. എൻ്റെ സ്കിന്നിനെ കുറിച്ച് ഞാനാണ് അറിയാൻ ശ്രമിക്കുന്നത്, അല്ലാതെ മറ്റൊരാളല്ല. എൻ്റെ സ്കിന്നിനെ കുറിച്ചുള്ള ഏറ്റവും സൈഡ് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് വേറെ ആളോട് പറഞ്ഞാൽ എനിക്ക് മറ്റാരെ കഴിഞ്ഞും നല്ല ഭംഗിയായിട്ട് എനിക്ക് എൻ്റെ സ്കിന്നിനെ കുറിച്ച് പറയാൻ സാധിക്കും. അത് പറ്റണം എല്ലാവർക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ സ്കിന്നിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. അത് ബാക്കിയുള്ളത് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആ സ്കിന്നിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് പ്രോഡക്റ്റ് വേണം എന്നുള്ളതൊക്കെ. അതിനുശേഷം നിങ്ങൾക്കത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ സിറം, മോയ്സ്ചറൈസറൊക്കെ നിങ്ങളുടെ ഓപ്ഷൻസ് ആണ്. എന്നാലും ഞാൻ പറയും, ഒരു സിറം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെ പിന്നെ ഈ ഫൗണ്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി യൂസ് ചെയ്യാതിരിക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഒക്കേഷണലി വല്ലപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിന്നിനെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഹെയറിനെ ആണെന്നുണ്ടെങ്കിലും എത്രത്തോളം നന്നായിട്ട് കൊണ്ടുപോകുന്നു അത്രയും നല്ല രീതിയിൽ അത് ഇരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുണ്ടായിരുന്നത്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 520 ആണ്. 50 രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ. നമ്മൾ പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് കൊറിയറുകളൊക്കെ ചെയ്യുന്നത്. കേരളത്തിനകത്തും പുറത്തായി ഇന്ത്യയിൽ ഫുള്ള് നമ്മൾ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എല്ലാവർക്കും പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ ഭയങ്കര വെയിലാണ്. ചില ദിവസം ഭയങ്കര വെയിൽ, ചില ദിവസം ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. ഈ മേക്കപ്പ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ എന്തെങ്കിലും സൺസ്ക്രീൻ പൗഡറൊക്കെ ഇട്ടാലും അത് മേക്കപ്പ് എന്നുള്ള കാറ്റഗറിയിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പുറത്ത് പോയിട്ട് വന്നാൽ അപ്പം തന്നെ മുഖം നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക, സ്കിന്നിലുള്ള എല്ലാം വാഷ് ഔട്ട് ചെയ്ത് കളയുക. അതിനുശേഷം എന്തെങ്കിലും ഒരു പാക്കറ്റ് കൊടുക്കുക. തൈര് അപ്പം തന്നെ ഫേസിൽ പുറത്തുനിന്ന് വന്നാൽ അപ്പം തന്നെ തൈരിൽ എന്തെങ്കിലും പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഒത്തിരി മാറ്റങ്ങൾ സ്കിന്നിൽ വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ടാനൊക്കെ റിമൂവ് ചെയ്യാൻ, അതായത് നമ്മളൊരു ഫുൾ ഡേ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് 2 വീക്സ് എടുക്കും ആ ഒരു ടാൻ മാറ്റാനായിട്ട്. അപ്പം നമ്മൾ ട്രൈ ചെയ്യുന്നത് പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.